ആദർശത്തിന് വേണ്ടി എവിടെയെങ്കിലും സംഭവിക്കുന്ന ഒരു കാര്യമാണോ? സ്വന്തം വിശ്വാസത്തോടെ ഒരു സമൂഹം സ്വന്തം ആദർശവും വിശ്വാസവും സംരക്ഷിക്കാനും സമാധാനത്തോടെ ജീവിക്കാനും വേണ്ടിയിട്ട് തൻ്റെ എല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ട് നാടുവിടാൻ തയ്യാറായ ഒരു സമൂഹത്തിന്റെ ചരിത്രമാണ് ഹിജ്റയ്ക്ക് പറയാനുള്ളത്. ആരാണ് തയ്യാറാവുക? ആരാണ് തയ്യാറാവുന്നത്? അയാളുടെ ജീവിതത്തിന്റെ എല്ലാ സ്വപ്നങ്ങളും ത്യജിക്കാൻ തയ്യാറായി. അന്നോളം സ്വരുക്കൂട്ടി ഉണ്ടാക്കിയിട്ടുള്ള പാർപ്പിടം അത് ഒഴിവാക്കാൻ തയ്യാറായി. ജനിച്ചത് മുതൽ ഒപ്പം കളിച്ചു വളർന്ന ആ കൂട്ടുകാരെയും സ്വന്തം നാടും പിറന്ന മണ്ണും വിട്ടൊഴിയാൻ ഒരു സമൂഹം തയ്യാറാകുന്നു. എന്തിനു വേണ്ടി? ആദർശം സംരക്ഷിക്കപ്പെടണം. അള്ളാഹു എന്ന ഏകദൈവ വിശ്വാസത്തിൽ നിന്ന് അല്പം പോലും പിന്നോട്ട് പോകാതെ അടിയുറച്ച് ഈ മതത്തിൽ നിന്നുകൊണ്ട് സമാധാനത്തോടെ ഈ ദുനിയാവിൽ ജീവിച്ചു മരിക്കാനുള്ള ആഗ്രഹം കൊണ്ട് ഒരു സമൂഹം പാർപ്പിടം വിട്ടു, കുടുംബക്കാരെ വിട്ടു, വീട്ടുകാരെ വിട്ടു, സ്വന്തം നാടും ഉപേക്ഷിച്ചുകൊണ്ട് അവർ അഭയാർത്ഥികളായി അവർ പുറത്തേക്ക് സഞ്ചരിക്കാൻ തയ്യാറായ ഒരു മുഹൂർത്തമുണ്ട്. അതാണ് മുഹാജിറുകളുടെ ചരിത്രം. അത് ഒരു ലോക ചരിത്രത്തിൽ തന്നെ സമാനതകളില്ലാതെ നിലനിൽക്കുന്ന സംഗതിയാണ്. അതൊരു ഭാഗത്ത്. മറുഭാഗത്തോ അവരെ സ്വീകരിക്കുന്ന അൻസാറുകൾ, അവരെ ഹിജ്റ പൂർത്തിയാകുന്നത്, ഹിജ്റയുടെ ചരിത്രത്തിന്റെ പൂർത്തീകരണം എന്നുള്ളത് മുഹാജിറുകൾ മാത്രമല്ല, അവർ രണ്ട് കൈകളെ നീട്ടി സ്വീകരിച്ച അൻസാറിന്റെ കൂടി ചരിത്രം പറയുമ്പോഴാണ്. വല്ലദീന തബഉ ദാറൽ ഈമാന മിൻ ഖബ്ലിഹിം, മക്കയിൽ നിന്നുള്ള മുഹാജിറുകളെല്ലാം അവരെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് മദീനത്തേക്ക് ചേക്കേറുന്നതിന് മുമ്പ് തന്നെ ആദർശം നെഞ്ചിൽ ഉറപ്പിച്ചുകൊണ്ട് അവരെ സ്വീകരിക്കാൻ വേണ്ടി ഈമാനികമായ തയ്യാറെടുപ്പുകൾ നടത്തിയ ഒരു സമൂഹം അവിടെ കാത്തിരിപ്പുണ്ടായിരുന്നു. അവരെത്ര അൻസാറുകൾ എന്ന് സ്വന്തം ആവശ്യങ്ങളെക്കാൾ അവരന്റെ ആവശ്യങ്ങൾക്ക് മുൻതൂക്കം കൊടുത്ത ഒരു സമൂഹം, അവരെ അൻസാറുകൾ. ലോക ചരിത്രത്തിൽ മുമ്പോ ശേഷമോ നമുക്ക് ഇങ്ങനെ ഒരു സമൂഹത്തെ കാണാൻ കഴിയില്ല. നിങ്ങൾ ആലോചിച്ചു, ഒരു മനുഷ്യന്റെ സമ്പാദ്യത്തിന്റെ പൂർണ്ണമായ സമ്പാദ്യത്തിന്റെ ഒരു വിഹിതം നേർപകുതി, 2 വീടുള്ളയാള് 1 വീട്, 2 മുറിയുള്ളയാള് 1 മുറി, 2 തോട്ടമുള്ളയാള് 1 തോട്ടം. ഈ വിധത്തിൽ മുമ്പൊരു പരിചയവുമില്ലാത്തൊരു മനുഷ്യൻ കടന്നു വരുമ്പോൾ അയാൾക്ക് പങ്കിടാൻ തയ്യാറായ മനസ്സുണ്ടല്ലോ. ലോകത്ത് ഏത് മനുഷ്യനുണ്ടാകും? അഭയാർത്ഥികളായി മക്കയിൽ നിന്ന് വന്ന മനുഷ്യൻ, അവര് മുൻപരിചയമില്ല, യാതൊരുവിധ രക്തബന്ധങ്ങളുമില്ല, സൗഹൃദ ബന്ധങ്ങളില്ല, ആദർശബന്ധം മാത്രം. അതിൻ്റെ പേരിലാണ് അവർ പങ്കിടാൻ തയ്യാറായത്. ഇന്ന് നമ്മുടെ നാട്ടിലെ സാഹചര്യം ആലോചിച്ച് നോക്കിയാണ്. സഹോദരങ്ങൾ തമ്മിൽ ഇപ്പോഴും കേസുകൾ നടക്കുന്നുണ്ട്. ഒരുപാട്, 1-2 കേസാണോ? നമ്മൾ വലിയ മുസ്ലിമീങ്ങളാണ്, ദുനിയാവിന്റെ വിഷയത്തിൽ നമുക്ക് മോഹങ്ങളില്ല, നമ്മൾ പരലോകത്തിന് വേണ്ടി പണിയെടുക്കുന്നവരാണെന്ന് പറയുമ്പോഴും നമ്മൾ കോടതികൾ കെട്ടിക്കിടക്കുന്ന കേസുകളിൽ ഏറ്റവും കൂടുതൽ കേസുകൾ കിടക്കുന്നത് വസ്തു തർക്കത്തിന്റെ പേരിൽ കൂടപ്പിറപ്പുകൾ തമ്മിലുള്ള തർക്കമാണ്. സഹോദരന്റെ മേൽ കൊടുത്ത കേസുകളാണ്. ഒരു ചാൺ ഭൂമി പോലും വിട്ടുകൊടുക്കാൻ, അത് സ്വന്തം രക്തത്തിൽ പിറന്ന കൂടപ്പുറപ്പിന് പോലും വിട്ടുകൊടുക്കാൻ തയ്യാറാകാതെ മത്സരബുദ്ധി കാണിക്കുന്ന ഈ സമൂഹം ആലോചിക്കണം. ഒരു ബന്ധവുമില്ലാത്തവർക്ക് വേണ്ടി സ്വന്തം സമ്പാദ്യത്തിന്റെ പകുതി പങ്കിട്ടവരെ. കച്ചവട ചരക്കുകൾ ഉണ്ടായിരുന്നു അവർക്ക്, അത് പകുതിയും പങ്കിട്ടു അവർ. അവരുടെ കയ്യിലും ദിനാറുകളും ദിനശ്രമങ്ങളും ഉണ്ടായിരുന്നു, അതെല്ലാം പകുതിയും പങ്കിട്ടു അവർ. ഇവിടെ നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ട്, ഇവിടെ നമ്മുടെ നാട്ടില് ഒരു രീതി, കല്യാണം കഴിഞ്ഞാൽ കുടുംബമാകുമ്പോൾ സ്വാഭാവികമായിട്ടും പെണ്ണിന്റെ കുറെ ഉരുപ്പടി ഉണ്ടാകും, സ്വർണ്ണങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആ സ്വർണ്ണങ്ങൾ വിറ്റെടുത്ത് ഭർത്താവിന്റെ കുറെ ശേഷിപ്പുള്ള പൈസകളുണ്ടാകും. ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് ഒരു വസ്തുവാക്കി 5 സെന്റ് തറമാക്കിയാന്ന്. ആ 5 സെന്റ് തറമാക്കി അങ്ങനെ സംഭവിക്കും. അങ്ങനെയാണ് നടക്കുന്ന നാട്ടില്. അങ്ങനെ വസ്തുവാക്കുമ്പോൾ ഒരു പ്രശ്നമുള്ള എന്തിനാണ്? ആരെ പേര് എഴുതുന്നുള്ളതാണ്. ആരെ പേരിൽ എഴുതുക? ഭാര്യ പറയണ, നിങ്ങളെ പേര് എഴുതിയാൽ മതി, ഇപ്പം എൻ്റെ സ്വർണം വിറ്റ പൈസ ഉണ്ടോന്ന് അതൊന്നും നോക്കട്ടെ, നിങ്ങളെ പേര് എഴുതിയാൽ മതി എന്ന് ഏതെങ്കിലും പെണ്ണ് പറയുമോ? അല്ലെങ്കിൽ പെണ്ണിൻ്റെ കുടുംബക്കാർ സമ്മതിക്കുമോ? ഇനി അയാൾ പറയണം, കുഴപ്പമില്ലടി, നിന്റെ പേരിൽ എഴുതിയാൽ മതി എന്ന്. നമ്മൾ 2 പേരും പേരിൽ എഴുതണം. അതെന്തുകൊണ്ടാണ് എഴുതിക്കുന്നതെന്ന് അറിയാമോ? വിശ്വാസമില്ലാത്തതുകൊണ്ടാണ്. ഒരു ദിവസം എന്നെയും കബളിപ്പിച്ചുകൊണ്ട് അവൾ വസ്തുവും കൊണ്ട് പോകുമോ എന്ന പേടി, ഒരു ദിവസം എന്നെയും കളഞ്ഞിട്ട് ഇയാൾ ഇതെല്ലാം കൊണ്ടുപോകുമോ എന്ന ഭയം. നമ്മുടെ ഇസ്ലാമിക സംസ്കാര പ്രകാരം ഒരു മനുഷ്യന്റെ സ്വത്ത് വീതിക്കപ്പെടുന്നത് അയാളെ കാലശേഷമാണ്. അനന്തരാവകാശികൾക്കിടയിൽ കൃത്യമായ കണക്കിന്റെ അടിസ്ഥാനത്തിലാണ്. വറാസത്തിന്റെ നിയമമുണ്ട്, അതിലേക്ക് പോകുന്നില്ല. പക്ഷേ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്ന രീതി എന്താണ്? പലപ്പോഴും ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ചില മക്കൾ, കാരണം എന്തിനും മരണശേഷം മക്കൾ തമ്മിലടിച്ച് ചാകാതിരിക്കാൻ വേണ്ടി, പണമുള്ളിടത്തുള്ള പ്രശ്നമാണിത്. കാലശേഷം മക്കൾ തമ്മിലടിച്ച് ചാകാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? അവർ ആദ്യമേ എഴുതി വെക്കും, വസ്തു എൻ്റെ മകനാണ്, ഈ പ്രോപ്പർട്ടി എൻ്റെ മൂത്ത മകനാണ്, ഈ പ്രോപ്പർട്ടി എൻ്റെ ഇളയ മകനാണ്, ഇതെല്ലാം എഴുതി വെക്കും. എന്തിനാ? സ്വത്തിന് വേണ്ടി മക്കൾ തമ്മിലടിക്കുമെന്ന ഭയം കൊണ്ട്. അങ്ങനെ എഴുതുമ്പോഴും വാപ്പ ഒന്നുകൂടി എഴുതി വെക്കും, എൻ്റെ കാലശേഷമെന്ന്. കാരണം അയാൾ വഴിയാധാരമായി പോകുമെന്ന ഭയം കൊണ്ട്. മക്കൾ തമ്മിലടിക്കുമെന്ന പേടിയേക്കാൾ വലിയ പേടിയാണ് ഇതെല്ലാം കൂടി എഴുതി കൊടുത്ത അയ്യോമാരെല്ലാം കൂടി എന്നെ എടുത്ത് ചവിട്ട് വെളിയിലിടും എന്ന ഭയം കൊണ്ട് കാലശേഷം എന്നൊരു നിബന്ധന കൂടി പ്രമാണത്തിൽ എഴുതി ചേർക്കുമ്പോൾ, സ്വന്തം ചോരയ്ക്ക് വേണ്ടി വീതിക്കുമ്പോൾ പോലും നമുക്ക് അറപ്പുണ്ടാകുമ്പോൾ, ഭയമുണ്ടാകുന്നുണ്ടെങ്കിൽ, ഒരു ഭയവും അറപ്പും പേടിയുമില്ലാതെ സ്വന്തം സമ്പാദ്യത്തിന്റെ പകുതിയും പങ്കിടാൻ തയ്യാറായ മുഹാജിറുകളെ സ്വീകരിച്ച അൻസാറിന്റെ ചരിത്രമുണ്ടല്ലോ, അതുകൂടിയാണ് ഹിജ്റയുടെ ചരിത്രം. ആ ചരിത്രം ഇനി ലോകത്ത് ആവർത്തിക്കപ്പെടാൻ പോകുന്നില്ല.
വല്ലവൻ്റെയും കീശയിലുള്ളത് കൂടി ഇങ്ങോട്ട് തട്ടിയെടുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്ന ലോകത്ത് ഹിജ്റ എന്നുള്ളത് സമാനതകളില്ലാത്ത ഇസ്ലാമിക ചരിത്രത്തിൻ്റെ ഏറ്റവും വലിയ നാഴികക്കല്ല് തന്നെയാണ്. അതിനുശേഷമാണ് ഇസ്ലാമിൻ്റെ പ്രതിരോധത്തിൻ്റെയും ഒരു രീതി മൊത്തത്തിൽ മാറ്റിയിട്ടുള്ളതും പ്രബോധന രംഗത്ത് ഇസ്ലാമിൻ്റെ ദ്യാപത്തിൻ്റെ രംഗത്തും പ്രതിരോധ രംഗത്തും കൃത്യമായ ഒരു ചുവട് മാറ്റം മുസ്ലിങ്ങൾ നടത്തിയത് ഹിജ്റയെ തുടർന്നാണ്. അതുകൊണ്ട് ഹിജ്റ എന്നുള്ളത് ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം തന്നെയാണ്. അതെന്തുകൊണ്ടും അർഹിക്കുന്നുണ്ട്. ഹിജ്റ കലണ്ടർ എന്ന കലണ്ടർ രൂപീകരണത്തിൽ ഹിജ്റയെ പരിഗണിച്ചത് എല്ലാ അർത്ഥത്തിലും അത് യോജിക്കുന്ന സംഗതി തന്നെയാണ്.